കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ചെന്നൈ ചേപ്പാക്കിലുള്ള എം.എ. ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ CSK vs RR മാച്ച് കാണാനാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഷോർട്സിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ മിസ് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട്. ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേറെ കുറേ കാര്യങ്ങൾ. സോ അതൊക്കെയാണ് ഈ വീഡിയോ. അതെ ഗൈസ്, കയറി വന്നപ്പോൾ തന്നെ അവിടെ നല്ല കിട്ടിയില്ലം പാട്ടായിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മളാണെങ്കിൽ ദൂരവും ആൾക്കാരെ കാണാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ ഞങ്ങൾ കയറിയ പാടെ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് ആയിരുന്നു. അതുപോലെ ജഡേജ നമ്മുടെ തൊട്ടടുത്തേക്ക് വന്നു. ഓരോ പ്ലേയേഴ്സ് ഇങ്ങനെ ഫീൽഡിങ്ങിനായിട്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും ഫാൻസൊക്കെ ആകെ ഇളകും. അവരുടെ പേരുറക്കെ വിളിക്കും, വിസിലടിക്കും. അങ്ങനെ ഫുൾ ഓണായിരുന്നു. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ CSKൻ്റെ ബൗളിംഗ് കോച്ചായിട്ടുള്ള ബ്രാവോ കുറച്ച് സ്നാക്സോ സപ്ലിമെൻറ്റ്സോ ഒക്കെ ഒരു ബൗളിലെടുത്ത് ഇങ്ങനെ ഭയങ്കര കൂളായി നടന്നു പോകുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരനും എല്ലാവരുടെയും സൗണ്ടൊക്കെ ഇട്ട് തിരിഞ്ഞൊക്കെ ഒരു കുഞ്ഞ് ഹായ് ഒക്കെ തന്നു കേട്ടോ. ഞാനിങ്ങനെ സ്റ്റേഡിയത്തിൽ വന്നിട്ടൊരു മാച്ച് കാണണമൊക്കെ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. നമ്മൾ TV-യിൽ IPL ഒക്കെ കാണും, പക്ഷേ നേരിട്ടുള്ള എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പുതിയതായി ഫീൽ ചെയ്തു. ഇങ്ങനെ ഇന്നിങ്സ് ബ്രേക്ക് വരുമ്പോൾ അടുത്ത ഇന്നിങ്സിന് വേണ്ടിയിട്ട് പിച്ച് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ DJ, ഈ സ്ഥലത്താട്ടോ DJ ഉണ്ടായിരുന്നത്. അതുപോലെ മിഡ് ഇന്നിങ്സിൽ നമ്മൾ TV-യിൽ കാണാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്യുക. അതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇന്നിങ്സ് ബ്രേക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലെയേഴ്സൊക്കെ തിരിച്ചെത്തി. ക്രൗഡൊക്കെ വീണ്ടും ഫുൾ ഓണായി, ഫുൾ ആക്റ്റീവായി. മാച്ചിൻ്റെ ഇടയിലുണ്ടായിരുന്ന DJ ശരിക്കും പൊളിയായിരുന്നു കേട്ടോ. അവരിടയ്ക്കൊരു സമയത്ത് എല്ലാവരോടും നീച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് വന്ദേമാതരമൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ക്രൗഡാണെങ്കിൽ ഫുൾ എല്ലാവരും ഒരുമിച്ച് വന്ദേമാതരം പാടുകയും ചെയ്തു. മാച്ച് ഓൾമോസ്റ്റ് തീരാനായപ്പോഴും നമ്മുടെ ധോണി കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ജഡേജ ഔട്ടായപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡായി ധോണി വരുന്നുണ്ടെന്നുണ്ട്. പക്ഷെ അത് ധോണി ആയിരുന്നില്ല. ഈ ബഹളം കേട്ടാൽ തോന്നും ധോണി ശരിക്കും കളിക്കാൻ ഇറങ്ങിയെന്ന്. പക്ഷേ ധോണീനെ ആ സ്ക്രീനിൽ കാണിച്ചതിൻ്റെ ആവേശമാണ് കണ്ടത്. അങ്ങനെ CSK ജയിച്ചു, മാച്ച് കഴിഞ്ഞു. പക്ഷേ ധോണീൻ്റെ ബാറ്റിംഗ് മാത്രം കാണാൻ പറ്റിയിട്ടില്ല വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് CSKൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. അവർ ഫാൻസിനോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവരുടെ 50ാമത്തെ, അതായത് ചേപ്പോക്കിൽ വെച്ചിട്ടുള്ള 50ാമത്തെ വിക്ടറിയുടെ പരേഡായിട്ട് എല്ലാ പ്ലെയേഴ്സും വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ CSKയുടെ എല്ലാ പ്ലേയേഴ്സിനെയും അടുത്തുനിന്ന് കാണാനും പറ്റി. അത് മാത്രമല്ല ഷാർദുൽ താക്കൂറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരു ടീ ഷർട്ടും കിട്ടി. സോ മാച്ചിൻ്റെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.